ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കിയതെന്ന് കുറെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഇതായിരിക്കുന്നു കോവയ്ക്ക. അപ്പൊ പിന്നെ ഒട്ടും ആലോചിച്ചില്ല, ഇന്ന് മെനു സിമ്പിൾ ആക്കാൻ തീരുമാനിച്ചു. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ആയ തൃശ്ശൂർ സ്റ്റൈൽ പരിപ്പ് കാച്ചിയതും പിന്നെ കൂടെ ഈ കോവയ്ക്ക ഉപ്പേരിയുമായ ഇന്നത്തെ ലഞ്ച് കുശാലായി. ഞാനിങ്ങനെ കോവയ്ക്ക ഇങ്ങനെ വട്ടത്തിലാണ് കേട്ടോ അരിയാറ്. ഇങ്ങനെ അരിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കോവയ്ക്കെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഈ ഒരു കോവയ്ക്കയുടെ കൂടെ തന്നെ സവോളയും പച്ചമുളകും അരിഞ്ഞിട്ടുണ്ടേ. എന്താ നമ്മുടെ കോവയ്ക്ക മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ സവോളയും പച്ചമുളകും അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇന്നൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണയും കടുകും വറ്റൽമുളകും വേപ്പിലയും അരിഞ്ഞിട്ട് പൊട്ടിയതിനു ശേഷം അരിഞ്ഞു വെച്ച കോവയ്ക്ക പച്ചമുളക് സവോള ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എരിവിനാവശ്യമായ മുളകും ഇട്ട് കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് മൂടി വെച്ച് നന്നായി വേവിച്ച് വയ്ക്കുക. വെള്ളം ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. ഇനി നമ്മൾ സ്വന്തം തൃശ്ശൂർ സ്റ്റൈൽ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പരിപ്പറി പല നാട്ടിലും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക. ചിലയിടത്ത് തേങ്ങയൊക്കെ അരച്ചൊക്കെ ചേർക്കും. പക്ഷെ തൃശ്ശൂർ ഭാഗത്ത് തേങ്ങയൊന്നും ഇല്ലാതെ വെളിച്ചെണ്ണയും ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം താളിച്ചൊഴിച്ചെടുക്കുന്ന രീതിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി കഴുകി വെച്ച പരിപ്പിലോട്ട് തക്കാളിയും പച്ചമുളകും വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം കുക്കർ അടച്ച് 2 വിസിലടിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ചീനച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട് നന്നായി ഗോൾഡൻ കളർ ആവണ വരത്തേക്ക് മൂപ്പിച്ചെടുത്ത് അതിനോട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഈ പരിപ്പിലോട്ട് വേവിച്ച് വെച്ച പരിപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ സിമ്പിൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കോവയ്ക്കയും പരിപ്പ് കുത്തി കാച്ചിയതും ഈ കോമ്പിനേഷൻ കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.